വെറും 31 വയസ്സിൽ തീഗോളമായി എരിഞ്ഞടങ്ങേണ്ടി വന്ന സിനിമാ പ്രേമികൾക്ക് അത്ര പെട്ടെന്ന് വിസ്മരിക്കാൻ കഴിയാത്ത തെന്നിന്ത്യൻ സിനിമയിലെ മികച്ച അഭിനേത്രി സൗന്ദര്യം കൊണ്ടും അഭിനയശേഷി കൊണ്ടും തെലുങ്ക്, തമിഴ്, മലയാളം, കന്നഡ തുടങ്ങിയ ഭാഷകളിലെ സിനിമാ പ്രേമികളുടെ മനം മയക്കിയ 90കളിൽ കത്തിജ്വലിച്ചു നിന്ന ഒരു അഭിനേത്രിയായിരുന്നു സൗന്ദര്യ. കിളിച്ചുണ്ടൻ മാമ്പഴത്തിലെ ആമിനയായും യാത്രക്കാരുടെ ശ്രദ്ധയ്ക്ക് എന്ന സിനിമയിലെ ജ്യോതിയായിട്ടുമൊക്കെ ആയിരിക്കും മലയാളി പ്രേക്ഷകർ ഇവർ കൂടുതൽ അറിയപ്പെടുക. എന്നിരുന്നാലും വെറും 11 വർഷത്തിനുള്ളിൽ 120ഓളം സിനിമകളിൽ അഭിനയിച്ച അകാലത്തിൽ പൊലിഞ്ഞ കലാകാരിയായിരുന്നു സൗന്ദര്യ. കന്നഡ സിനിമാ രംഗത്തെ എഴുത്തുകാരനും നിർമ്മിതാവുമൊക്കെയായിരുന്ന സത്യനാരായണൻ്റെ മകളായി ബാംഗ്ലൂരിലായിരുന്നു സൗന്ദര്യയുടെ ജനനം. ഭാവിയിൽ ഒരു ഡോക്ടറാവാനുള്ള തയ്യാറെടുപ്പോടുകൂടി MBBS പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു സൗന്ദര്യയെ തേടി സിനിമയിൽ നിന്ന് അവസരമെത്തിയത്. സ്വന്തം ഭാഷയായ കന്നഡത്തിൽ നിന്ന് തന്നെയായിരുന്നു ആദ്യ സിനിമ. സിനിമയുടെ പേര് ഗന്ധർവ. മറ്റു നടിമാരിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമായ മുഖസൗന്ദര്യത്തോടും ചിരിയോടും കൂടിയ ഇവരെ ഇരു കൈകളും നീട്ടി സിനിമാ പ്രേമികൾ സ്വീകരിച്ചു. കന്നഡത്തിൽ 1-2 സിനിമകൾ ചെയ്ത സമയത്ത് തന്നെ ഇവർക്ക് 1993 തമിഴിൽ നിന്നൊരു അവസരം ലഭിച്ചു. കാർത്തിക് നായകനായ പൊന്നുമണിയായിരുന്നു ആ ചിത്രം. പൊന്നുമണി എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഇതിൻ്റെ സംവിധായകനായിരുന്ന ഉദയകുമാർ ഇവരെ ചിരഞ്ജീവി ചിത്രമായ തെലുങ്ക് സിനിമയിലേക്ക് റെക്കമെൻഡ് ചെയ്തു. ചിരഞ്ജീവിയുടെ നായികയായി പോസ്റ്ററുകൾ അടിച്ചു വന്നതോടെ തന്നെ ഇവർ തെലുങ്ക് സിനിമാ മേഖലയിൽ വളരെ ശ്രദ്ധിക്കപ്പെടുകയും നിരവധി അവസരങ്ങൾ തെലുങ്കിൽ നിന്ന് ഇവർക്ക് ലഭിക്കുകയും ചെയ്തു. 1993 മാത്രമായി ഇവർക്ക് 12ഓളം തെലുങ്ക് ചിത്രങ്ങളാണ് റിലീസ് ചെയ്യപ്പെട്ടത്. സൗന്ദര്യ അഭിനയിച്ചിട്ടുള്ള 120ഓളം ചിത്രങ്ങളിൽ 80 ചിത്രങ്ങളും തെലുങ്ക് ചിത്രങ്ങളായിരുന്നു. 20ഓളം കന്നഡ ചിത്രത്തിലും 10ഓളം തമിഴ് ചിത്രത്തിലും അഭിനയിച്ചിട്ടുള്ള ഇവർക്ക് സ്വന്തം ഭാഷയായ കന്നഡത്തിൽ നിന്ന് തന്നെ 2 തവണ ഏറ്റവും മികച്ച നടിക്കുള്ള ഫിലിം ഫെയർ അവാർഡും ലഭിച്ചു. എന്നാൽ ഇതിലെ 2ാമത്തെ അവാർഡ് ലഭിക്കുന്ന സമയത്ത് സൗന്ദര്യ ജീവിച്ചിരിപ്പുണ്ടായിരുന്നില്ല. ആപ്തമിത്ര എന്ന സിനിമയിലെ മികച്ച പ്രകടനത്തിനായിരുന്നു ഇവർക്ക് അവാർഡ് ലഭിച്ചത്. മൺചിത്രത്താഴ് എന്ന സിനിമയുടെ റീമേക്കായിരുന്നു ഈ ചിത്രം. ഇതിലെ ഗംഗയെയായിരുന്നു ഇവർ അവതരിപ്പിച്ചത്. ഈ സിനിമ റിലീസ് ചെയ്യുന്നതിന് മുൻപ് തന്നെ സൗന്ദര്യ ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ആപ്തമിത്രയായിരുന്നു സൗന്ദര്യ അഭിനയിച്ച അവസാന ചിത്രം. 2003 ആപ്തമിത്ര എന്ന സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇവർ പൊന്നുമണിയുടെ സംവിധായകനായ ഉദയകുമാറിനെ വിളിച്ചു പറഞ്ഞു, ഈ സിനിമയായിരിക്കും എൻ്റെ അവസാന ചിത്രമെന്ന്. ഇതിന് കാരണം 2003 ഇവരുടെ ബന്ധുവും ബാല്യകാല സുഹൃത്തുമായിരുന്ന GS രഘുവിനെ വിവാഹം ചെയ്തിരുന്നു. സത്യത്തിൽ അന്ന് സൗന്ദര്യ പറഞ്ഞ ആ വാക്കുകൾ അറം പറ്റി പോവുകയായിരുന്നു. 2004 ഏപ്രിൽ 17 സൗന്ദര്യ എന്നേക്കുമായി ഈ ലോകത്തോട് വിട പറഞ്ഞു. സൗന്ദര്യ ഒരു ഇലക്ഷൻ പ്രചരണത്തിനു വേണ്ടി ബാംഗ്ലൂരിൽ നിന്ന് ആന്ധ്രാപ്രദേശിലേക്ക് തിരിച്ച ഒരു സ്വകാര്യ വിമാനം തകർന്നായിരുന്നു ഇവരുടെ മരണം. അപകടത്തിൽ സൗന്ദര്യയുടെ സഹോദരനായ അമർനാഥും കൊല്ലപ്പെട്ടു. തൻ്റെ ആദ്യ വിവാഹ വാർഷികത്തിന് വെറും 10 ദിവസം മാത്രം ബാക്കി നിൽക്കുകയായിരുന്നു സൗന്ദര്യ എന്ന ഈ കലാകാരിയുടെ അകാല വിയോഗം. മാത്രമല്ല ഈ സമയത്ത് അവർ 2 മാസം ഗർഭിണിയുമായിരുന്നു. ഇലക്ഷൻ്റെ തിരക്കെല്ലാം കഴിഞ്ഞിട്ടായിരിക്കാം ഇനി വിശ്രമമെന്ന് അവർ ഒരിക്കൽ പറയുകയുണ്ടായി. അഭിനയ ജീവിതമെല്ലാം ഉപേക്ഷിച്ച് ഇനി സ്വസ്ഥമായൊരു കുടുംബജീവിതം ആഗ്രഹിച്ച സൗന്ദര്യ എന്ന കലാകാരിക്ക് ദൈവം അതിന് അനുമതി നൽകിയില്ല. 10 വർഷത്തെ അഭിനയ ജീവിതത്തിനിടയിൽ അമിതാഭ് ബച്ചനും രജനീകാന്തും അടക്കം ഇന്ത്യൻ സിനിമയിലെ പ്രശസ്തരായ ഒരുവിധം എല്ലാ നായകന്മാരുടെയും നായികയായി അഭിനയിക്കാൻ കഴിഞ്ഞ നടിയായിരുന്നു സൗന്ദര്യ. ചിരിച്ചും കളിച്ചും കരഞ്ഞുമെല്ലാം നമ്മൾക്ക് മുന്നിൽ നിരവധി കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് അകാലത്തിൽ പൊലിഞ്ഞുപോയ ഈ കലാകാരി എന്നും ഇന്ത്യൻ സിനിമാ പ്രേമികളുടെ മനസ്സിൽ മായാതെ ഒളിമങ്ങാത്ത ഒരു ഓർമ്മയായി എന്നും നിലനിൽക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത് എന്ന് ഓർമ്മിപ്പിക്കുന്നു.